ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി, ജഗദീഷ് എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഹലോ മമ്മി എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. സ്റ്റെഫിയും അച്ഛൻ സാമുവലും പ്രസന്റിൽ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിലും അവർ മുൻപ് ഷിംലയിൽ താമസിച്ചിരുന്നവരാണെന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ വീട് കാണിക്കുന്ന സമയത്ത് അവിടെയുള്ള ഉപകരണങ്ങളിലും തുണികളിലും പെയിന്റിങ്ങുകളിലും മാറ്റിലുമെല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവർ ഇപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിലും മുൻപ് മമ്മിയുമായി നോർത്ത് ഇന്ത്യയിൽ താമസിച്ചിരുന്നത് കൊണ്ട് ആ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സിനിമയുടെ തുടക്കത്തിൽ ബഹോഡകൾ സ്റ്റെഫിയെ ആക്രമിക്കാനായി വരുന്നതായിട്ടും മമ്മി അവരെയെല്ലാം എടുത്തെറിയുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇതിനുശേഷം എല്ലാം ഫ്രീസ് ആയതുപോലെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നമ്മളെ കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ 2 തവണ കാണിക്കുമ്പോഴും തുടക്കത്തിൽ കാണിച്ചിരുന്ന സ്റ്റെഫിയുടെ ആ ടേബിളിൽ നിന്നും കുറെ കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടാണ് രണ്ടാമത് കാണിക്കുന്നതെന്ന് കാണാം. അതായത് തുടക്കത്തിൽ കാണിച്ചപ്പോൾ സ്റ്റെഫി ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും മറ്റു ചില സാധനങ്ങൾ ആ മേശപ്പുറത്തുള്ളതായിട്ടുമാണ് കാണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് എല്ലാം ഫ്രീസ് ആയിട്ടുള്ള അവസ്ഥയിൽ കാണിക്കുമ്പോൾ സ്റ്റെഫി വായിച്ചിരുന്ന ആ ബുക്കിന് പകരമായി മറ്റൊരു ബുക്കാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണാം. ആദ്യത്തെ ബുക്കിനില്ലാതിരുന്ന ആ ഒരു കട്ടി പുറംചട്ടയിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകുന്നതുമാണ്. സോ ഇവിടെ ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് സ്റ്റെഫിയുടെ മമ്മിയുടെ ആ ഡയറിയാണ്. സോ അവിടെ ആ ഡയറിയിലെ വാചകങ്ങൾ തുടക്കത്തിൽ തന്നെ കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റെഫിയുടെ അമ്മയ്ക്ക് പിന്നീട് എഴുതാൻ പറ്റാതെ പോയിട്ടുള്ള ബാക്കിയുള്ള പേജുകളോ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ക്യാമറ മൂവ് ചെയ്ത് വരുമ്പോൾ നേരത്തെ ആ ടേബിളിൽ ഇല്ലാതിരുന്ന പഴയ ഒരു കാസറ്റ് അവിടെ ഇരിക്കുന്നതായി കാണാം. സോ ഇത് സ്റ്റെഫിയുടെ മമ്മിയുടെ മുറിയിൽ കാണിക്കുന്ന ആ ഒരു ടേപ്പ് റെക്കോർഡറോ അല്ലെങ്കിൽ പപ്പായുടെ മുറിയിലുള്ള ആ ഒരു ടേപ്പ് റെക്കോർഡറോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാസ്റ്റ് ആകാം. എന്തു തന്നെയാണെങ്കിലും ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്റ്റെഫിയുടെ മമ്മിയുമായി ബന്ധപ്പെട്ട രീതിയിലാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം വീണ്ടും ക്യാമറ മൂവ് ചെയ്ത് പോകുമ്പോൾ സ്റ്റെഫിയുടെ അമ്മയുടെ ആ പെട്ടി അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ തുടക്കത്തിൽ ആ ഷോട്ട് കാണിക്കുമ്പോൾ അവിടെ അത് സ്റ്റെഫിയുടെ മുറി പോലെയും എന്നാൽ പിന്നീട് ഫ്രീസ് ആയിട്ടുള്ള അവസ്ഥയിൽ കാണിക്കുമ്പോൾ അവിടെ ആ മമ്മിയുടെ സാന്നിധ്യം കാണിക്കുന്നത് പോലെ ആ മുറിയാകെ മമ്മിയുടെ സാധനങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. സിനിമയിൽ നല്ല ആത്മാക്കളെ കാണിക്കുമ്പോൾ ബ്ലൂ കളറും ബഹോഡകൾ ഈ ആത്മാക്കളെ മോശമാക്കിയതിനു ശേഷം അവരെ കാണിക്കുമ്പോൾ അവിടെ റെഡ് കളറും സിനിമയുടെ പേര് പച്ച നിറത്തിലുമാണ് എഴുതി കാണിക്കുന്നത്. സോ ഈ നിറത്തിനെല്ലാം തന്നെ പ്രത്യേകതകളുണ്ട്. അതായത് ബ്ലൂ കളർ സൂചിപ്പിക്കുന്നത് ഹെവൻ, സ്വർഗം, ട്രസ്റ്റ്, വിശ്വാസം, പ്രൊട്ടക്ഷൻ, സംരക്ഷണം എന്നീ കാര്യങ്ങളെല്ലാമാണ്. ഇത് ആ നല്ല ആത്മാക്കളെയും സിനിമയിൽ കാണിക്കുന്ന മമ്മിയുടെ ആ ആത്മാവ് സ്റ്റെഫിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തെയെല്ലാം സൂചിപ്പിക്കുന്നതാണ്. ചുവപ്പ് നിറം ദേഷ്യം, അപകടം എന്നീ കാര്യങ്ങളെല്ലാമാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് ആ നിറം തന്നെ ദുഷ്ടരീതിയിലായിട്ടുള്ള ആത്മാക്കൾക്ക് കൊടുത്തിരുന്നത്. പച്ചനിറം സൂചിപ്പിക്കുന്നത് പുതിയ തുടക്കം, പുനർജന്മം എന്നീ കാര്യങ്ങളെല്ലാമാണ്. സോ മമ്മി എന്ന ക്യാരക്ടർ മരണത്തിന് ശേഷം വീണ്ടും മറ്റൊരു രീതിയിൽ സ്റ്റെഫിയുടെയും അച്ഛന്റെയും അടുത്തേക്ക് എത്തുകയാണ്. സോ ഇതുകൊണ്ടാണ് അത്തരത്തിൽ കഥ പറയുന്ന ചിത്രത്തിന്റെ പേര് ഈ പച്ച നിറത്തിൽ തന്നെ എഴുതി കാണിച്ചത്. ഇതുകൂടാതെ സിനിമയുടെ അവസാനത്തിൽ ഹലോ മമ്മി 2 എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് കഥ വീണ്ടും തുടരുകയാണ്, മമ്മി വീണ്ടും തിരിച്ചു വരാൻ പോവുകയാണ് എന്ന് കാണിക്കുമ്പോഴും അവിടെയും ആ പച്ച നിറം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോണി എന്ന ക്യാരക്ടർ ഒരു പെറ്റ് ഷോപ്പ് നടത്തുന്നത് കൊണ്ടും പട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടും അവന്റെ വീട്ടിൽ പട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും ശില്പങ്ങളും എല്ലാം ഉള്ളതായി നമുക്ക് കാണാം. എന്നാൽ ഇതുകൂടാതെ അവന്റെ മുറിയിലായി പട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുകൾ ഇരിക്കുന്നതായും സിനിമയുടെ ഇടയ്ക്ക് എടുത്തു പറയുന്ന റോണ എന്ന പട്ടിക്ക് ഒരു ഡോഗ് ഷോയിൽ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും അവിടെ ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സ്റ്റെഫിയും ബോണിയുമായിട്ടുള്ള ആദ്യ മീറ്റിംഗിൽ സ്റ്റെഫി താൻ JRFന് തയ്യാറെടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെഫിയുടെ റൂം പിന്നീട് കാണിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ JRFുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുകൾ ഇരിക്കുന്നതായി കാണാം. ബോണിയും സ്റ്റെഫിയുമായി അടുപ്പത്തിലായതിനു ശേഷം ഒരിക്കൽ സ്റ്റെഫി ബോണിയുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ കേൾപ്പിക്കുന്നത് പുള്ളിമാൻ കണ്ണിലെ എന്ന ഈ ചിത്രത്തിലെ പാട്ടാണ്. അതേസമയം സ്റ്റെഫി കണ്ടുകൊണ്ടിരിക്കുന്ന ബോണിയുടെ ആ വീഡിയോയിൽ ബോണി യൂസ് ചെയ്തിരിക്കുന്നതും ഹലോ മമ്മിയിലെ പാട്ട് തന്നെയാണെന്ന് കാണാം. സ്റ്റെഫിയുടെ അപ്പൻ പറയുന്നതനുസരിച്ച് ബോണി തന്റെ ഡീറ്റെയിലുകളെല്ലാം എഴുതുമ്പോൾ അവിടെ ബാങ്ക് ബാലൻസ് ആയി ആദ്യം എഴുതുന്നത് 8,35,000 രൂപ എന്നാണ്. എന്നാൽ അവസാനമായി അത് നോക്കുകയാണെങ്കിൽ അത് -8,35,000 ആണെന്ന് കാണാം. കൂടാതെ അവിടെയുള്ള കാൽക്കുലേറ്ററിലും -8,35,000 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് ബോണിക്ക് സ്വന്തമായി ഷോപ്പ് എല്ലാം ഉണ്ടെങ്കിൽ കൂടി ബോണി ഓരോ കുഴപ്പങ്ങൾ കാണിച്ച് വരുത്തി വെക്കുന്ന നഷ്ടങ്ങളുടെ കണക്ക് കൂട്ടി നോക്കുമ്പോഴാണ് ഇങ്ങനെ മൈനസായി വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കൂടാതെ
ഇവിടെ തന്നെയുള്ള മറ്റൊരു ഡീറ്റെയിൽ, സ്റ്റെഫിയും ബോണിയുമായിട്ടുള്ള ആദ്യ മീറ്റിംഗിൽ സ്റ്റെഫി ചോദിക്കുന്നുണ്ട് ബോണി എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണോ എന്ന്. സോ ഇങ്ങനെ ബോണി ഒന്നും തന്നെ ഒളിച്ചു വെക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും സ്ട്രെയിറ്റ് ഫോർവേഡായി തന്നെ പറയുകയാണ് എന്നുള്ള രീതിയിലാണ് തന്റെ ബാങ്ക് ബാലൻസ് ചോദിച്ചിരിക്കുന്ന സമയത്ത് അമ്മായപ്പനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി കള്ളക്കണക്കൊന്നും എഴുതാതെ സത്യസന്ധമായി താൻ വരുത്തി വെച്ചിട്ടുള്ള നഷ്ടങ്ങളുടെ കണക്ക് തന്നെ അവിടെ മൈനസ് എന്ന രീതിയിൽ ബോണി എഴുതുന്നതായി കാണിച്ചിരിക്കുന്നത്. ജഗദീഷിന്റെ സാമൂൽ എന്ന ക്യാരക്ടറിന്റെ റൂം കാണിക്കുന്ന സമയത്ത് അവിടെ മിക്ക കാര്യങ്ങളും അയാൾ പഴയതാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. പഴയ ഒരു അലാറം ക്ലോക്ക്, പഴയ ഒരു ടേപ്പ് റെക്കോർഡർ, പഴയ ഒരു കസേര, ഇങ്ങനെ മിക്ക കാര്യങ്ങളും പഴയത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് തന്റെ 22 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയിട്ടുള്ള ആ ഭാര്യയുമായി കഴിഞ്ഞപ്പോഴുള്ള ഓർമ്മയ്ക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾ തന്നെ അയാൾ യൂസ് ചെയ്യുന്നതായി കാണിക്കുന്നതാണ്. ജഗദീഷിന്റെ ഈ ഒരു സാമൂൽ എന്ന ക്യാരക്ടർ ഒരു മാത്സ് പ്രൊഫസർ ആണെന്നാണ് പറയുന്നത്. സോ ഇതുകൊണ്ട് തന്നെ സാമൂലിന്റെ മുറി കാണിക്കുന്ന സമയത്ത് അവിടെ കണക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുഡോക്കു ഗെയിം വരച്ചിട്ടിരിക്കുന്നതായി കാണാം. സ്റ്റെഫിയുടെ മമ്മിക്ക് ചെരുപ്പ് അകത്തേക്ക് ഇട്ടുകൊണ്ട് കയറുന്നത് ഇഷ്ടമല്ല. ഇതുകൊണ്ട് തന്നെ ഇവരുടെ വീടിന്റെ മുൻവശത്തായി കീപ് യുവർ ഫുട്വെയർസ് ഔട്ട്സൈഡ് എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. സാമൂൽ എന്ന ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരു സീനിൽ അയാൾ എ പ്ലേസ് ഓഫ് സീക്രട്സ് എന്നൊരു ബുക്ക് വായിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ നോവലാണ്. ഇതുകൂടാതെ ഇവരുടെ വീട്ടിൽ പല ഭാഗത്തുമായി ഫീവർ ഓഫ് ദി ബോൺസ്, ഹിഡൻ കില്ലേഴ്സ്, സ്പൈഡർ ബോൺസ് തുടങ്ങിയിട്ടുള്ള നോവലുകളും ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ഈ നോവലുകൾ എല്ലാം തന്നെ മിസ്റ്ററി ത്രില്ലറോ അല്ലെങ്കിൽ മർഡർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളോ ആയിട്ടുള്ള ബുക്കുകളാണ്. സോ സ്റ്റെഫിയും സാമുവലും ഇത്തരത്തിലുള്ള നോവലുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് ഇതിലൂടെയെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, താൻ പ്രഗ്നന്റ് ആണ് എന്നൊരു കള്ളം പറഞ്ഞുകൊണ്ട് മമ്മിയെ കൺഫ്യൂസ്ഡ് ആക്കാം എന്ന് സ്റ്റെഫിയും ബോണിയുമായി തീരുമാനിക്കുന്നത് പള്ളിയിൽ വെച്ചാണ്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വെച്ച് ഇത്തരം കാര്യങ്ങൾ അവർ പറയാതെ ഫോണിലൂടെ ടെക്സ്റ്റ് മെസ്സേജായി അയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വെച്ച് ഈ കാര്യം തുറന്നു തന്നെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. സോ പള്ളിയിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവിടേക്ക് മമ്മിക്ക് കയറാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് അവിടെ വെച്ച് ടെക്സ്റ്റ് മെസ്സേജിന്റെ ആവശ്യമില്ല എന്നുമാണ് കാണിക്കുന്നത്. സോ ഇതുപോലെ തന്നെ ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്തും സ്റ്റെഫിക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വാതിലടയുന്നതായി കാണിക്കുന്നത് ആ സമയം വരെ മമ്മി പള്ളിക്ക് പുറത്തായിരുന്നുവെന്നും ഈ കാര്യം കേട്ടുകൊണ്ട് വാതിൽ അടച്ചതാണെന്നും മനസ്സിലാക്കാം. സ്റ്റെഫിയുടെ മമ്മി എന്ന ക്യാരക്ടർ ആ വീട്ടിൽ ഉണ്ടെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു രൂപമുള്ളതായിട്ടോ അതിനൊരു വ്യക്തമായ മുഖമുള്ളതായിട്ടോ നമ്മളെ കാണിച്ചിട്ടില്ല. എങ്കിലും ഈ ഒരു ക്യാരക്ടറിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് പോലെ ആ വീടിന്റെ മിക്ക സ്ഥലങ്ങളിലും ഒരു സ്ത്രീയുടെ ചിത്രം കൊടുത്തിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഹാളിലായി പൂക്കൾ കൊണ്ട് മുഖം മറച്ചിരിക്കുന്ന സ്ത്രീകളുടെ ചിത്രവും, മറ്റൊരു ഭാഗത്ത് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രവും, വേറൊരിടത്ത് അമ്മ കുട്ടിയെയും കൊണ്ട് നിൽക്കുന്നത് പോലെയുള്ള ഒരു ചിത്രവും, ഇതുപോലെ ഇവരുടെ ബെഡ്റൂമിലും ഒരു രൂപം കൊടുത്തിരിക്കുന്നതായി കാണാം. ഇങ്ങനെ ആ ഒരു വീട്ടിലുള്ള മമ്മിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് പോലെ ആ വീടിന്റെ എല്ലാ മുറികളിലും ഇത്തരത്തിൽ സ്ത്രീകളുടെ ഒരു ചിത്രം ഉൾപ്പെടുത്താൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. ബോസ് എന്ന അജു വർഗീസിന്റെ ക്യാരക്ടർ കഫേയിൽ വെച്ച് സ്റ്റെഫിയും ബോണിയുമായി സംസാരിക്കുന്ന ഫോട്ടോ എടുക്കുന്നതായും അതുകൊണ്ട് ഒരു ചുവരിൽ ഒട്ടിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുകൂടാതെ അവിടെ തന്നെ ജഗദീഷിന്റെ ഒരു പിക്കും പുള്ളിമാൻ കണ്ണിലെ എന്ന സോങ്ങിലെ സ്റ്റെഫിയുടെ പിക്കും ഒട്ടിച്ചിരിക്കുന്നതായി കാണാം. സോ ഈ ഫോട്ടോകളും അയാൾ അയൽപ്പക്കത്ത് നിന്ന് ഒളിച്ചെടുത്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം. കാഞ്ചമ്മ എന്ന ബിന്ദു പണിക്കറിന്റെ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ തന്റെ അടുത്തേക്ക് വെറും കൈയോടെയാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നതായും ഈ ഒരു ക്യാരക്ടർ വളരെ മദ്യപാനിയാണെന്നും ആ ഒരു സീനിലൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യം ഡീറ്റെയിൽ ചെയ്യുന്നത് പോലെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാഞ്ചമ്മ കിടക്കുന്നതിന്റെ പുറകിലായി ഒരുപാട് മദ്യക്കുപ്പികൾ കിടക്കുന്നതായി കാണിച്ചിരുന്നു. ചിത്രത്തിൽ സ്റ്റെഫിയുടെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് എടുത്തു തന്നെ എവിടെയും പറയുന്നതായി കണ്ടിരുന്നില്ല. എന്നിരുന്നാലും ആ ഒരു ഡയറിയിലായി അവസാനമായി എഴുതിയിരിക്കുന്നത് ഇന്ന് എൻ്റെ മകളുടെ 4ാമത്തെ ബർത്ത്ഡേ ആണെന്നും എനിക്ക് അവളെ ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ല, വിട്ടുപോകില്ല എന്നെല്ലാമാണ്. സ്റ്റെഫിക്ക് 5 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നതായി പറയുന്നത്. സോ ഈ 4ാമത്തെ ബർത്ത്ഡേയുടെ അവിടെ തന്നെ ഇങ്ങനെ ഒരു വാചകം എഴുതിയിരിക്കുന്നതിൽ നിന്നും ഈ ഒരു സമയത്ത് തന്നെ മമ്മിക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നുവെന്നും ആ അസുഖത്തെ തുടർന്നാണ് പിന്നീട് മമ്മി മരിച്ചതെന്നും മനസ്സിലാക്കാം. കൂടാതെ ഈ ഡയറിയിൽ പല പേജുകളിലുമായി ചെറിയ ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്നതായി കാണാം. ഇതിൽ അവസാന പേജിൽ താൻ ഇങ്ങനെ മകളെ വിട്ട് പിരിയില്ല എന്ന് എഴുതിയിരിക്കുന്നതിന്റെ നേരെ താഴെയായി ഒരു അമ്മയും മകളുമായിട്ടുള്ള ചിത്രം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു ഊഹം മാത്രമാണ്. അതായത് ചിത്രത്തിൽ സ്റ്റെഫിയുടെ മമ്മിയുടെ രൂപം, മുഖം എങ്ങനെയാണെന്ന് നമ്മളെ എവിടെയും എടുത്ത് കാണിച്ചിട്ടില്ല. മുഖം ഇല്ലാത്ത രീതിയിലാണ് നമ്മളെ എപ്പോഴും കാണിച്ചിരുന്നത്. എന്നാലും എനിക്ക് തോന്നിയത് സ്റ്റെഫിയുടെ അതേ മുഖം തന്നെയായിരുന്നു മമ്മിക്കും ഉണ്ടായിരുന്നതെന്നാണ്. അങ്ങനെ തോന്നാനുള്ള കാരണം സിനിമയിൽ ഇടയ്ക്ക് ആ ഒരു ഡയറി വായിക്കുന്ന സമയത്ത് അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് അവളുടെ ആ കണ്ണുകളിൽ ഞാൻ എന്നെ തന്നെ ആദ്യമായി കണ്ടുവെന്ന്. അതായത് സ്റ്റെഫിയുടെ കണ്ണുകളിൽ അമ്മ അമ്മയെ തന്നെ റിഫ്ലക്ഷനായി കണ്ടുവെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന
പറഞ്ഞിരിക്കുന്ന കാര്യവുമായി സിമിലർ ആകുന്നത് പോലെ മറ്റൊരു സീൻ ചിത്രത്തിൽ വന്നിട്ടുണ്ട്. അതായത് സ്റ്റെഫി തന്റെ അമ്മ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് വരികയും അമ്മ ഉപയോഗിച്ചിരുന്ന പൊട്ടെടുത്ത് വെച്ചുകൊണ്ട് അമ്മ ഉപയോഗിച്ചിരുന്ന കണ്ണാടിയിലേക്ക് നോക്കുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഈ സീനിൽ സ്റ്റെഫിയുടെ കണ്ണിൽ റിഫ്ലക്ഷനായി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റിഫ്ലക്ഷനായി വരേണ്ടത് നേരെ മുന്നിലിരിക്കുന്ന ആ കണ്ണാടിയിൽ വരുന്ന സ്റ്റെഫിയുടെ മുഖം തന്നെയാണ്. സോ ഈ രണ്ട് സീനുകളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമ്മ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് കുഞ്ഞായിരിക്കുന്ന അവളുടെ കണ്ണിൽ താൻ ആദ്യമായി തന്റെ റിഫ്ലക്ഷൻ കണ്ടുവെന്നാണ്. ഈ സീനിൽ സംഭവിക്കുന്നതാകട്ടെ സ്റ്റെഫി ആദ്യമായി തന്റെ അമ്മയുടെ വേഷത്തിൽ പൊട്ടെല്ലാം വെച്ചുകൊണ്ട് വന്ന് അമ്മയുടെ കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ തന്റെ കണ്ണിൽ ആദ്യമായി പതിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഈ രണ്ട് സീനും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ആ കണ്ണാടിയിൽ കാണിച്ചിരിക്കുന്ന പൊട്ടെല്ലാം കുത്തിയിട്ടുള്ള സ്റ്റെഫിയുടെ രൂപം തന്നെ ആയിരുന്നിരിക്കാം മിക്കവാറും അമ്മയ്ക്കും ഉണ്ടായിരുന്നതെന്നാണ്. അതുകൊണ്ടായിരിക്കാം ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നതുമായി സിമിലർ ആയിട്ടുള്ള ഒരു സീൻ പിന്നീട് ഇത്തരത്തിൽ ചിത്രത്തിലേക്ക് കാണിച്ചത്. സോ ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.